ഹലോ പിള്ളേഴ്സ് സെയിൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ വർക്കല മിനി ചേച്ചിയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലിട്ടിരുന്നല്ലോ മാങ്ങ ഉപ്പിലിട്ട് ഉണക്കാനായിട്ട്. അപ്പം ആ വീഡിയോയുടെ ബാലൻസാണ് കേട്ടോ. ഇത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഉണങ്ങി കിട്ടാൻ എനിക്ക് ഒത്തിരി ദിവസം പിടിക്കേണ്ടി വരും. കാരണം ഇവിടെ മഴയാണ്, അതുകൊണ്ട് ഒത്തിരി താമസമുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. കാരണം മാങ്ങ ഉണക്കുന്നതല്ലേ, എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ഉപ്പിലിട്ട മാങ്ങ എനിക്ക് പിറ്റേന്ന് ഉണക്കാനോ ഇടാനുള്ളതാണ് കേട്ടോ. അപ്പോൾ എനിക്കത് പിറ്റേന്ന് ഇടാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഈ പരുവത്തിൽ വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തെന്ന് പറയുക, 3-4 ദിവസം ഉപ്പിലിട്ട് അങ്ങ് വെച്ചിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ചീഞ്ഞു പോവുമോ, എന്ത് ചെയ്യും, എനിക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ, കഷ്ടപ്പെട്ടതല്ലേ, ഇരുന്ന് അരിഞ്ഞ് ഒക്കെ എടുത്തതല്ലേ. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, 2-3 ദിവസം ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ട് ഞാൻ ഊറ്റി അതിൻ്റെ ഈർപ്പമൊക്കെ കളയാൻ വേണ്ടി അരിപ്പയിൽ വെച്ച് എടുത്ത് വെച്ച് അതിൻ്റെ ഈർപ്പമൊക്കെ 2 ദിവസം കൊണ്ട് ആ ഈർപ്പം എല്ലാം മാറിക്കിട്ടിയായിരുന്നു കേട്ടോ. എന്നിട്ട് ഒരു 4-ൻ്റെ അന്ന് എനിക്കൊരു ചെറിയ വെയിൽ കിട്ടിയപ്പോൾ ഞാൻ വെയിലത്തേക്ക് വെച്ച് പിന്നെ പിറ്റേന്ന് തൊട്ട് എനിക്ക് ഇച്ചിരി വെയിൽ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ വെയിലത്ത് ഇത്രയും പരുവായിട്ടുണ്ട്. ഇന്ന് ഞാൻ എടുത്തപ്പോൾ ഈ പരുവത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല ഉണങ്ങിയിട്ടില്ല കേട്ടോ. ഉണങ്ങാൻ നമുക്ക് പാക്ക് ചെയ്ത് വെക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഇനിയും ഉണക്കുണ്ട്, എങ്കിലും ഞാനതൊരു വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് ഈ പരുവത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല നീറ്റായിട്ട് കിട്ടി. കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. ഉപ്പ് രസമൊക്കെ അങ്ങ് പിടിച്ചിട്ടേ നല്ല ടേസ്റ്റ്. ഒരു ഉപ്പിൻ്റെയും മാങ്ങയുടെയും മണമുണ്ടല്ലോ, അതൊരു സൂപ്പർ മണമാണ് കേട്ടോ. അപ്പം അങ്ങനെ എനിക്ക് ഈ പരുവത്തിലാണ് ഉണങ്ങി കിട്ടിയിട്ടുള്ളത്. അപ്പം സെയിൻ ബേബിക്ക് കൊണ്ടുപോകണമല്ലോ. സെയിൻ ബേബിക്ക് സ്കൂൾ തുറക്കാറൊക്കെ ആയി. അപ്പോൾ ഇനിയും മോനെ കിട്ടത്തില്ല. അപ്പോൾ സ്കൂൾ തുറക്കാൻ നേരം ആകുമ്പം ബാഗും എല്ലാം മേടിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. ബാഗ്, കുട, ടിഫിൻ ബോക്സ്, കുറേ ഐറ്റത്തിൻ്റെ പേരൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ സെയിൻ ബേബി. അപ്പോൾ അത് അപ്പോഴത്തേക്ക് കൊണ്ടുപോകാനാണ്. ഞാൻ അന്ന് ഈ മാങ്ങയുടെ മാങ്ങാണ്ടിയിൽ പിന്നെ ഇത് മാങ്ങയുടെ അംശം ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം ഞാൻ ചീവി അന്ന് എടുത്ത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാനിതുപോലെ ഉപ്പ് ഇട്ട് വെച്ചിരിക്കുമായിരുന്നു. അച്ചാറിടാൻ പറ്റിയില്ല, കാരണം ഗ്യാസ് തീർന്നത് പോയതുകൊണ്ട് എനിക്ക് അച്ചാറിടാൻ പറ്റിയില്ല. അപ്പോൾ അതും ഇതുപോലെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്താ കേടാവാതെ നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ല. അതിൻ്റെ ഈർപ്പമൊക്കെ മാറ്റി ഞാൻ വെച്ചിരിക്കുവാണേ. അപ്പം അത് ഇനി അച്ചാറിടണം. അപ്പോൾ അത് ഗ്യാസ് കിട്ടിയാൽ മാത്രമേ ഞാൻ അച്ചാറിടത്തുള്ളൂ. എനിക്ക് അടുപ്പയിൽ എനിക്ക് അച്ചാറിടാൻ എനിക്ക് അത്ര പോരാ കേട്ടോ. അതുകൊണ്ട് ഈ പരുവത്തിന് നല്ലപോലെ ഞാൻ ഇത് വിചാരിച്ചു ഇതും ചീഞ്ഞു പോകുമെന്ന് കേട്ടോ. എല്ലാം നല്ലതായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. നല്ല ഉപ്പ് രസത്തോടെയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടല്ലോ. അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് മഴക്കാലത്തൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ കേട്ടോ. അപ്പോൾ അച്ചാറിട്ട് വെക്കുന്നത് സെയിൻ ബേബിക്ക് കൊണ്ടുപോകാനാണ്. സെയിൻ ബേബിക്ക് അച്ചാറൊക്കെ ഉപ്പിലിട്ടതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് സെയിൻ ബേബിക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഞാനിതൊക്കെ ചെയ്ത് വയ്ക്കുന്നത്. കുറേ ഐറ്റം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സെയിൻ ബേബിക്ക്. അപ്പോൾ ഈ ഇടയ്ക്ക് സെയിൻ ബേബിയുടെ അപ്പാപ്പ പോയിരുന്നു സെയിൻ ബേബിയെ കാണാൻ. അവിടെ ഒരു കാര്യമുണ്ടായിരുന്നു. പോയപ്പോൾ ഞാൻ ഒത്തിരി സാധനങ്ങളുണ്ടാക്കി. മാങ്ങയിലൊക്കെ ഇത് മാങ്ങയിൽ ജാം ഉണ്ടാക്കി കൊടുത്ത് വിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ടാക്കി കൊടുത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം വീഡിയോ എല്ലാവരും ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴ സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. നല്ല രീതിയിൽ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാനിത് ഇങ്ങനെ ആക്കി ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാനായിട്ട് പോവുക. കാരണം ഗ്യാസില്ലാത്തതുകൊണ്ട് അച്ചാറിടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.